ഗൂഗിൾ ഷീറ്റ്സിൽ ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് VLOOKUP ചെയ്യുന്നത് എങ്ങനെയെന്നാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു വർക്ക്ബുക്കിൽ നിന്ന് മറ്റൊരു വർക്ക്ബുക്കിലേക്ക്, അതായത് ഒരു ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻറ്റിൽ നിന്ന് മറ്റൊരു ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻറ്റിലേക്ക് VLOOKUP ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ രണ്ട് വർക്ക്ബുക്കുകളുണ്ട്. ആദ്യത്തേത് എംപ്ലോയി ഡീറ്റെയിൽസ്, രണ്ടാമത്തേത് ടോപ്പ് പെർഫോമേഴ്സ്. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന ആദ്യത്തെ വർക്ക്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് 1 എന്നൊരു വർക്ക്ഷീറ്റ് കാണാം. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് ഈ ഷീറ്റ് 1 എന്ന വർക്ക്ഷീറ്റിലുള്ളത്. 63 ആളുകളുടെ ഇൻഫർമേഷനാണ് ഈ ടേബിളിലുള്ളത്. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി കോഡ്, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ, അഞ്ചാമത്തെ കോളത്തിൽ സാലറി, ആറാമത്തെ കോളത്തിൽ ഇമെയിൽ ID, ഏഴാമത്തെ കോളത്തിൽ ഫോൺ നമ്പർ എന്നിവ കൊടുത്തിരിക്കുന്നു. ടോപ്പ് പെർഫോമൻസ് എന്ന വർക്ക്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എംപ്ലോയി കോഡുകൾ കൊടുത്തിരിക്കുന്ന കാണാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതാണ്, ഈ എംപ്ലോയി കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ബുക്കിലെ ഷീറ്റ് 1 എന്ന വർക്ക്ഷീറ്റിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഒരു വർക്ക്ബുക്കിലെ ഒരു വർക്ക്ഷീറ്റിൽ നിന്നും മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അഥവാ ലുക്കപ്പ് ചെയ്യണമെങ്കിൽ VLOOKUP ഫംഗ്ഷൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. എന്നാൽ ഒരു വർക്ക്ബുക്കിൽ നിന്ന് മറ്റൊരു വർക്ക്ബുക്കിലേക്ക് ലുക്കപ്പ് ചെയ്യണമെങ്കിൽ VLOOKUP ഫംഗ്ഷൻ മാത്രം പോരാ, VLOOKUP ഫംഗ്ഷൻ്റെ കൂടെ ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷനോടെ കമ്പൈൻ ചെയ്യണം. അതെങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് XNC558 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേരാണ്. നോക്കുക, XNC558 എന്ന എംപ്ലോയി കോഡുള്ള ആളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, സാലറി, ഇമെയിൽ ID, ഫോൺ നമ്പർ. XNC558 എന്ന എംപ്ലോയി കോഡുള്ള ആളുടെ പേര് ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ഈക്വൽ VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സെർച്ച് കീ. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് XNC558 എന്ന എംപ്ലോയി കോഡാണ്. എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. XNC558 എന്ന എംപ്ലോയി കോഡ് ഏത് ടേബിളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ അഡ്രസ്സാണ് റേഞ്ച്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടുന്ന ടേബിളുള്ളത് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ബുക്കിലാണ്. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ബുക്ക് സെലക്ട് ചെയ്യുക. ആദ്യം ഈ വർക്ക്ബുക്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുവേണ്ടി അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന വർക്ക്ഷീറ്റിൻ്റെ പേരും ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ അഡ്രസ്സുമാണ്. വർക്ക്ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1. ഇനി ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ അഡ്രസ്സ് നോക്കുക. B3 തുടങ്ങി H65 വരെയുള്ള സെല്ലുകളിലാണ് ഡേറ്റ ഉള്ളത്. ടോപ്പ് പെർഫോമൻസ് എന്ന വർക്ക്ബുക്കിൽ വരിക. റേഞ്ച് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷൻ, ഡബിൾ കോട്ട്സ്. ഇനി നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, ഡബിൾ കോട്ട്സ്, കോമ, ഇമ്പോർട്ട് റേഞ്ച് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് സ്ട്രിംഗ്. ഇവിടെ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന വർക്ക്ഷീറ്റിൻ്റെ പേരും ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സ്, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന വർക്ക്ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1, എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളുടെ അഡ്രസ്സ് B3, H65, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, VLOOKUP ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ്. XNC558 എന്ന കോഡുള്ള എംപ്ലോയിയുടെ പേരാണ് നമുക്കിവിടെ വേണ്ടത്. ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പേര് കൊടുത്തിട്ടുള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്. സോ 2 ആണ് ഇവിടുത്തെ ഇൻഡെക്സ്. 2, കോമ, VLOOKUP ഫംഗ്ഷനിലെ നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഇസ് സോർട്ടഡ്. എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഫോമിൽ ഇവിടെ റെഫറൻസ് എററാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫോമിലുള്ള സെല്ലിന് മുകളിലേക്ക് പോയിൻ്റർ കൊണ്ടുവരിക. ശേഷം അലോ ആക്സസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഫോമുലയിൽ പറഞ്ഞിരിക്കുന്ന വർക്ക്ബുക്കിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയാണിത്. അലോ ആക്സസ്. നോക്കുക, XNC558 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് ഇവിടെ കിട്ടി. ഇനി ഇതേ ഫോമുലയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെ നോക്കാം.
ഈ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഫോർമുലയിലെ B3 എന്ന സെൽ റെഫറൻസിലെ B എന്ന കോളം ഇൻഡെക്സിനെ ലോക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി ബിക്ക് മുന്നിൽ ഒരു $സൈൻ ആഡ് ചെയ്യുക. എൻ്റർ. ഇനി ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാനായിട്ട് സോഴ്സ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് കോളത്തിലാണോ ഉള്ളത് നോക്കുക. ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഈ ടേബിളിലെ 3ാമത്തെ കോളത്തിലാണ്. ഇനി ഫോർമുലയിൽ ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 പകരം 3. എൻ്റർ. നോക്കുക, XNC558 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടത് സാലറിയും ഫോൺ നമ്പറും ആണ്. സാലറി ഉള്ളത് ഈ ടേബിളിലെ 5ാമത്തെ കോളത്തിലും ഫോൺ നമ്പർ ഉള്ളത് 7ാമത്തെ കോളത്തിലുമാണ്. സാലറിക്ക് വേണ്ടി ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 5, ഫോൺ നമ്പറിന് വേണ്ടി ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 പകരം 7. ഇനി ഈ കാണുന്ന എംപ്ലോയി കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ കിട്ടാനായിട്ട് ഈ സെല്ലുകളിലെ ഫോർമുലകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. മറ്റൊരു ഓഫീസ് ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.